ക്ലാസ് മുറികളിൽ ആവർത്തിച്ച് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടോ? ഇതാ, നിങ്ങൾക്കതിൻ്റെ പരിഹാരവുമായി ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ സംരംഭം നിങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെക്കുന്നു. അതെ, ക്ലാസ് മുറികളിലെ പഠന ശ്രവ്യ അനുഭവം പുനഃസൃഷ്ടിച്ചുകൊണ്ട് 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും വ്യത്യസ്ത രീതിയിൽ വീഡിയോകൾ തയ്യാറാക്കി നിങ്ങളുടെ മുൻപിലേക്ക്, നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് അതിലെ പഠനാനുഭവങ്ങൾ നിങ്ങൾ നേരിട്ട് അനുഭവിക്കുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ രാഹുൽ, നിങ്ങളുടെ സോഷ്യൽ സയൻസ് സെക്കൻഡ് അധ്യാപകനാണ്, അതായത് ജോഗ്രഫി അധ്യാപകനാണ്. നിങ്ങൾ സോഷ്യൽ സയൻസിൽ ആദ്യം പഠിക്കാൻ പോകുന്ന പാഠമെന്ന് പറയുന്നത് സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്, സർവവും സൂര്യനാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഭൂമിയുടെ ഊർജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൺ ഈസ് ദ സോൾ സോഴ്സ് ഓഫ് എനർജി ഫോർ എർത്ത്. നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനാവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ്. ഈ സൂര്യനിൽ നിന്ന് എനർജി നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത് ഷോർട്ട് വേവ് അഥവാ ഹ്രസ്വ തരംഗങ്ങളായാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസൊലേഷൻ അഥവാ സൗരവികിരണം. സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ് ഈസ് കാൾഡ് ഇൻസൊലേഷൻ. ഹ്രസ്വ തരംഗങ്ങളായാണ് സൗരോർജം ഭൂമിയിൽ എത്തുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഇൻസൊലേഷൻ അഥവാ സൗരവികിരണം. ഈ സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിൽ എത്തിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷം ചൂടാകണമെന്നില്ല. നമ്മുടെ ഈ അന്തരീക്ഷം, അതായത് അറ്റ്മോസ്ഫിയർ ചൂടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ഈ എർത്തിൻ്റെ സർഫസ്, അതായത് ഭൂമിയുടെ ഉപരിതലം ചൂടാകണം. അതിനുശേഷം മാത്രമേ ഹീറ്റ് മുകളിലോട്ട് ഉയർന്ന് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ വ്യാപിക്കാറുള്ളൂ. നമുക്ക് അടുത്ത് പഠിക്കേണ്ടതും ഈ അറ്റ്മോസ്ഫിയറിലേക്ക്, അതായത് അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സുകളെ കുറിച്ചാണ്. അതിൽ നമ്മൾ ഒന്നാമതായി പഠിക്കാൻ പോകുന്നത് കണ്ടക്ഷൻ അഥവാ താപചാലനം. നമ്മുടെ ഈ ഭൂമിയുടെ ഉപരിതലം ചൂടായാൽ ആദ്യം താപം വ്യാപിക്കുന്നത് എവിടെയായിരിക്കും? ആ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിലായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് കണ്ടക്ഷൻ അഥവാ താപചാലനം. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ ഹോട്ട് സർഫസ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന അന്തരീക്ഷ ഭാഗത്തിലേക്ക് താപം പകരുന്ന പ്രക്രിയയാണ് താപചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ ഭാഗത്തിലേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കണ്ടക്ഷൻ അഥവാ താപചാലനം. അങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ താപം എത്തി, അതിനുശേഷം വീണ്ടും താപം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഈ എയർ എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. ഇത് വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും. ഇതിന് പറയുന്ന പേരാണ് കൺവെക്ഷൻ അഥവാ സംവഹനം. ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്. ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിന് പറയുന്ന പേരാണ് കൺവെക്ഷൻ അഥവാ സംവഹനം. ഈ സമയമാണ് ഒരു കാറ്റ് വീശുന്നു എന്നിരിക്കട്ടെ. എന്തായിരിക്കും സംഭവിക്കുക? കാറ്റ് ഏത് ദിശയിലേക്കാണോ വീശുന്നത് ആ ദിശയിലേക്ക് നമ്മുടെ ഹീറ്റും, അതായത് താപവും വ്യാപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് അഡ്വെക്ഷൻ അഥവാ അഭിവഹനം. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ് ഈസ് കാൾഡ് അഡ്വെക്ഷൻ. കാറ്റിലൂടെ തിരശ്ചീന തലത്തിലേക്ക് താപം വ്യാപിക്കുന്നതിന് പറയുന്ന പേരാണ് അഡ്വെക്ഷൻ അഥവാ അഭിവാഹനം. നമുക്കിതിൽ ലാസ്റ്റ് പഠിക്കേണ്ടത് ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണമാണ്. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ടു ദ ഔട്ടർ സ്പേസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്. ദീർഘതരംഗ രൂപത്തിൽ ഭൂമിയിൽ നിന്നും ശൂന്യാകാശത്തിലേക്ക് താപം മടങ്ങിപ്പോകുന്നതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ താപം വ്യാപിക്കുന്ന
4 പ്രോസസ്സുകളാണുള്ളത്. ആദ്യത്തേത് കണ്ടക്ഷൻ അഥവാ താപചാലനം. എർത്തിന്റെ സർഫസിനോട് ചേർന്ന ഭാഗത്ത് താപം പകരുന്ന പ്രക്രിയയാണ് കണ്ടക്ഷൻ അഥവാ താപചാലനം എന്ന് പറയുന്നത്. ഈ ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്നതാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത്. ഇനി കാറ്റിലൂടെ തിരശ്ചീന തലത്തിലേക്ക് താപം വ്യാപിക്കുന്നതിന് പറയുന്ന പേരാണ് അഡ്വെക്ഷൻ അഥവാ അഭിവഹനം. ഇനി ഈ ഹീറ്റ് തന്നെ ഔട്ടർ സ്പേസ് അഥവാ ശൂന്യാകാശത്തിലേക്ക് മടങ്ങി പോകുകയാണെങ്കിൽ നമുക്കിതിനെ ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണം എന്ന് പറയാം. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഹീറ്റ് ബഡ്ജറ്റ് എന്നതാണ്. ബഡ്ജറ്റ് എന്തെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. എന്തായിരിക്കും ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് കാൾഡ് ബഡ്ജറ്റ്. വരവ് ചെലവുകളുടെ തുലനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബഡ്ജറ്റ്. എന്നാൽ നമുക്കിവിടെ പഠിക്കേണ്ടത് ബഡ്ജറ്റ് അല്ല, ഹീറ്റ് ബഡ്ജറ്റ് ആണ്. സൂര്യനിൽ നിന്ന് വരുന്ന ഇൻസൊലേഷൻ അതായത് സൗര വികിരണവും ഭൂമിയിൽ നിന്ന് പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ അഥവാ ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനത്തെ നമുക്ക് ഹീറ്റ് ബഡ്ജറ്റ് അഥവാ താപ സന്തുലനം എന്ന് പറയാം. ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസൊലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കാൾഡ് ഹീറ്റ് ബഡ്ജറ്റ്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഇൻസൊലേഷനും തുല്യമായിരിക്കും, ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനും തുല്യമായിരിക്കും. അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയെ അതായത് ഇൻസൊലേഷനെ നമുക്ക് 100% ആയി എടുക്കാം. അതായത് 100% കണക്കാക്കിയാൽ ഈ വരുന്ന എനർജിയുടെ 35% അതായത് 35% നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ക്ലൗഡ്സിലും ഡസ്റ്റിലും അതായത് മേഘങ്ങളിലും പൊടിപടലങ്ങളിലുമെല്ലാം തട്ടി തിരിച്ചു പോകുന്നു. ബാക്കിയുള്ള 65% അതായത് 65%ത്തിൽ 14% 14% നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ക്ലൗഡ്സും ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം അബ്സോർബ് ചെയ്യും, ആഗിരണം ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള 51% നമ്മുടെ ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ എർത്തിന്റെ സർഫസ് അതായത് ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യും. ഈ ഭൂമിയുടെ ഉപരിതലം എന്തുമാത്രം ആഗിരണം ചെയ്യുമോ അത്രയും എനർജി തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷനായി മാറുകയും തിരികെ പോകുകയും ചെയ്യും. അതായത് ഈ ഭൂമിയിലെ എർത്തിന്റെ സർഫസ് ആഗിരണം ചെയ്യുന്ന 51% ടെറസ്ട്രിയൽ റേഡിയേഷനായി മാറുകയും തിരികെ പോവുകയും ചെയ്യുന്നു. ഈ തിരികെ പോകുന്ന എനർജിയുടെ 34% 34% പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ക്ലൗഡ്സും ഡസ്റ്റ് പാർട്ടിക്കിൾസും അബ്സോർബ് ചെയ്യും, മേഘങ്ങളും പൊടിപടലങ്ങളുമെല്ലാം ആഗിരണം ചെയ്യും. ബാക്കിയുള്ള ഈ 17% 17% ഔട്ടർ സ്പേസിലേക്ക് അതായത് ശൂന്യാകാശത്തിലേക്ക് മടങ്ങിപ്പോകും. ഇതിൽ നിന്നും നമുക്ക് ഹീറ്റ് ബഡ്ജറ്റിന്റെ ബാലൻസിങ് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അടുത്ത് നോക്കേണ്ടത് ടെമ്പറേച്ചർ അഥവാ താപനിലയാണ്. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയാണ് ടെമ്പറേച്ചർ അഥവാ താപനില എന്ന് പറയുന്നത്. നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് ടെമ്പറേച്ചർ അഥവാ താപനില എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അതായത് താപനില രേഖപ്പെടുത്തുന്നത് എത്ര മണിക്കായിരിക്കും? ഏകദേശം 2 മണിയോടെയാണ് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത്. എന്നാൽ നമ്മുടെ ഭൂമിയിൽ സൺറൈസ് ഡയറക്റ്റായി പതിക്കുന്നത് എത്ര മണിക്കെന്ന് ചോദിച്ചാൽ അത് ഏകദേശം 12 മണിയോടെയാണ്. ഈ 12 മണിയോടെ ഡയറക്റ്റായി പതിക്കുന്നുവെങ്കിലും നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ ചൂടാകണമെന്നില്ല. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ ചൂടാകണമെങ്കിൽ ആദ്യം എർത്തിന്റെ സർഫസ് ചൂടാകണം. അതിനുശേഷം ഈ ഹീറ്റ് മുകളിലേക്ക് ഉയർന്നാൽ മാത്രമേ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറും ചൂടാകുകയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 12 മണിക്ക് സൂര്യപ്രകാശം ഭൂമിയിൽ ഡയറക്റ്റായി പതിക്കുകയും എന്നാൽ ഈ അറ്റ്മോസ്ഫിയർ ചൂടായി വരുന്നതിന് ഏകദേശം 2 മണിയാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സമയം ചോദിച്ചാൽ 2 മണിയാണ്.
ആണെങ്കിൽ മിനിമം ടെമ്പറേച്ചറോ ഏറ്റവും കുറവ് താപനില ജസ്റ്റ് ബിഫോർ ദ സൺറൈസ് ആണ്. സൂര്യ ഉദയത്തിന് തൊട്ട് മുൻപാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ കൂടിയ താപനിലയുമുണ്ട്, കുറഞ്ഞ താപനിലയുമുണ്ട്, മാക്സിമം ടെമ്പറേച്ചറുമുണ്ട്, മിനിമം ടെമ്പറേച്ചറുമുണ്ട്. ഇവ തമ്മിലുള്ള ഈ വ്യത്യാസത്തിന് പറയുന്ന പേരാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അഥവാ ദൈനിക താപാന്തരം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കാൾഡ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അഥവാ ദൈനിക താപാന്തരം എന്ന് പറയാം. ഇത് എങ്ങനെ കണക്കാക്കുമെന്ന് ചോദിച്ചാൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. അപ്പോൾ ദൈനിക താപാന്തരം സമം കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കാൾഡ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടിയ താപനില, അതായത് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. ഏറ്റവും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. എങ്കിൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അഥവാ ദൈനിക താപാന്തരം എത്രയായിരിക്കും? 33 മൈനസ് 28, അതായത് കൂടിയ താപനിലയായ 33 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുറഞ്ഞ താപനിലയായ 28 ഡിഗ്രി സെൽഷ്യസ് കുറച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് 5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഇതായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ ദൈനിക താപാന്തരം അഥവാ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഡെയിലി മീൻസ് ടെമ്പറേച്ചർ ആണ്, ദൈനിക ശരാശരി താപനില. ഒരു ദിവസത്തെ ശരാശരി താപനിലയെ നമ്മൾ പറയുന്ന പേരാണ് ഡെയിലി മീൻസ് ടെമ്പറേച്ചർ അഥവാ ദൈനിക ശരാശരി താപനില. ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് ടേംഡ് ആസ് ഡെയിലി മീൻസ് ടെമ്പറേച്ചർ. ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് ടേംഡ് ആസ് ഡെയിലി മീൻസ് ടെമ്പറേച്ചർ. ഒരു ദിവസം അനുഭവപ്പെടുന്ന ശരാശരി താപനിലയെ ഡെയിലി മീൻസ് ടെമ്പറേച്ചർ അഥവാ ദൈനിക ശരാശരി താപനില എന്ന് പറയാം. ഈ ദൈനിക ശരാശരി താപനില കണക്കാക്കുന്നത് മാക്സിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ഒരു ദിവസത്തെ കൂടിയ താപനില അധികം കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ 2 ആണ് ഡെയിലി മീൻസ് ടെമ്പറേച്ചർ അഥവാ ദൈനിക ശരാശരി താപനില നമ്മൾ കണക്കാക്കുന്നത്. നേരത്തെ പോലെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്താൽ എറണാകുളം ജില്ല ആയിക്കോട്ടെ. എറണാകുളം ജില്ലയിലെ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണ്, 32 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഡെയിലി മീൻസ് ടെമ്പറേച്ചർ എത്രയായിരിക്കും? 32, അതായത് മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 28. അപ്പം 32 പ്ലസ് 28 ഡിവൈഡഡ് ബൈ 2. അപ്പം മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 32 പ്ലസ് 28 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 60 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 60 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എറണാകുളം ജില്ലയിലെ ഡെയിലി മീൻസ് ടെമ്പറേച്ചർ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ ഒരേ താപനില രേഖപ്പെടുത്തുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇങ്ങനെ ഒരേ താപനില രേഖപ്പെടുത്തുന്ന പ്രദേശങ്ങളെയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾക്ക് പറയുന്ന പേരാണ് ഐസോതെർമ്സ് അല്ലെങ്കിൽ സമതാപ രേഖകൾ. ദ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഈസ് കാൾഡ് ഐസോതെർമ്സ്. അപ്പോൾ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിന് പറയുന്ന പേര്, അതായത് സാങ്കല്പിക രേഖകൾക്ക് പറയുന്ന പേരാണ് ഐസോതെർമ്സ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ എവിടെയുള്ളതാണ്?
അതായത് നമ്മുടെ ഇക്വേറ്ററിന് സമീപമുള്ള പ്രദേശങ്ങളിലാണ്, അതായത് ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഐസോതെർമ്സ് അല്ലെങ്കിൽ ഒരു സമതാപരേഖ വരച്ചാൽ അത് ഏകദേശം ഇക്വേറ്ററിന് സമീപത്തുകൂടി, അതായത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുകൂടി കടന്നു പോകും. ഇത്തരം ഇമാജിനറി ലൈൻസിന് പറയുന്ന പേരാണ് തെർമൽ ഇക്വേറ്റർ, താപീയ മധ്യരേഖകൾ എന്ന് പറയാം. തെർമൽ ഇക്വേറ്റർ അല്ലെങ്കിൽ താപീയ മധ്യരേഖകൾ. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ്, അതായത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഐസോതെർം വരയ്ക്കുകയാണെങ്കിൽ അത് ഭൂമധ്യരേഖയുടെ സമീപത്തുകൂടി കടന്നു പോകും. ഇതിന് പറയുന്ന പേരാണ് തെർമൽ ഇക്വേറ്റർ അല്ലെങ്കിൽ താപീയ മധ്യരേഖകൾ. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. അതായത് നമ്മുടെ ഭൂമിയിലെ താപ വിതരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ്. അതിൽ നമുക്ക് ആദ്യം പഠിക്കണം ലാറ്റിറ്റ്യൂഡ്, അതായത് അക്ഷാംശ രേഖകളെ കുറിച്ചാണ്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അക്ഷാംശ രേഖകളെ പരിചയപ്പെടാം. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. 23½ ഡിഗ്രി അതായത് 23½ ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വടക്കൻ അക്ഷാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ. 23½ ഡിഗ്രി 23½ ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് ആണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖ. 66½ ഡിഗ്രി അതായത് 66½ ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ് ആർട്ടിക് സർക്കിൾ, ആർട്ടിക് വൃത്തം എന്ന് പറയും. 66½ ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് അതായത് 66½ ഡിഗ്രി തെക്ക് അന്റാർട്ടിക് സർക്കിൾ ആണ്, അന്റാർട്ടിക് വൃത്തം എന്ന് പറയാം. 90 ഡിഗ്രി നോർത്ത് 90 ഡിഗ്രി വടക്ക് നോർത്ത് പോൾ. 90 ഡിഗ്രി സൗത്ത് 90 ഡിഗ്രി തെക്ക് സൗത്ത് പോൾ. അതായത് 90 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവം, 90 ഡിഗ്രി തെക്ക് ദക്ഷിണ ധ്രുവം. ഈ ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതലായി ചൂട് അനുഭവപ്പെടുന്ന എപ്പോഴും എവിടെയായിരിക്കാം? ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് സമീപമായിരിക്കാം. അതിനുള്ള പ്രധാന കാരണം സൺറൈസ് വെർട്ടിക്കലായി, അതായത് നേരിട്ട് പതിക്കുന്നത് എപ്പോഴും ഇക്വേറ്ററിന് സമീപമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ചൂട് വളരെ കൂടുതലായിരിക്കും. ഇവിടെ നിന്നും പോളാർ റീജിയനിലേക്ക്, അതായത് ധ്രുവീയ മേഖലകളിലേക്ക് പോകും തോറും ഇതിൻ്റെ ആ ആംഗിളിനും അതായത് കോണിനും ചരിവുണ്ടാകും. ഇങ്ങനെ ചരിഞ്ഞ് കൂടുതൽ ദൂരം പോകുമ്പോൾ ഈ സൂര്യപ്രകാശത്തിന്, അതായത് ഈ സോളാർ എനർജിക്ക് എനർജി ലോസ് ഉണ്ടാകും, അതായത് ഊർജ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ പോളാർ റീജിയനിൽ വളരെയധികം ഹീറ്റ് എത്തുന്നില്ല, താപം എത്തുന്നില്ല. അതായത് ഭൂമധ്യരേഖയോട് ചേർന്ന പ്രദേശങ്ങളിലായിരിക്കും, അതായത് ഇക്വറ്റോറിയൽ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത്. പോളാർ റീജിയനിലോട്ട് പോകുന്തോറും ഇതിന്റെ കോണിനും ചരിവുണ്ടാകും, ഇതിന്റെ ആംഗിളിനും എന്തുണ്ടാകും? ചരിവുണ്ടാകും. അതിന്റെ ഫലമായി ഇതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇങ്ങനെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ എനർജി ലോസ് ഉണ്ടാകും, ഊർജ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ പോളാർ റീജിയനിലേക്ക് കൂടുതൽ എനർജി എത്തുന്നില്ല, അതായത് സൂര്യപ്രകാശം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ ചൂട് കുറവായിരിക്കും. ദ സൺലൈറ്റ് ഈസ് മോസ്റ്റ് ഇൻറ്റൻസ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ. ദിസ് റീജിയൻ റിസീവ് മോർ എനർജി. ആൾമോസ്റ്റ് സൺറൈസ് ഹാവ് വെർട്ടിക്കൽ. അതായത് ആ മേഖലകളിൽ സൂര്യപ്രകാശം പതിക്കുന്നത് വെർട്ടിക്കലായാണ്, അതായത് നേരിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇക്വറ്റോറിയൽ റീജിയനിൽ കൂടുതൽ എനർജി ലഭിക്കും. അതായത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതും എപ്പോഴും ഇക്വറ്റോറിയൽ റീജിയനിലോട്ടായിരിക്കും. എന്നാൽ പോളോ റീജിയനിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ആംഗിളിന് ചരിവുണ്ടാകുന്നതിനാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇങ്ങനെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി അതിന് എനർജി ലോസ് അഥവാ ഊർജ നഷ്ടം സംഭവിക്കും.
അതുകൊണ്ടാണ് പോളാർ റീജിയനിൽ വളരെ കുറച്ച് മാത്രം ഹീറ്റ് അനുഭവപ്പെടുന്നത്. അടുത്ത ഘടകം എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരമാണ്. നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. അതായത് ഓരോ 165 മീറ്റർ പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ഇതിന് പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് അഥവാ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയാം. അതായത് നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. ദ ടെമ്പറേച്ചർ ഇൻ ദ ട്രോപ്പോസ്ഫിയർ ഡിഗ്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ ഓഫ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഓരോ 165 മീറ്റർ പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ഇതിന് പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് അഥവാ താപനഷ്ട നിരക്ക്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ബോക്സ് ഒന്ന് നോക്കൂ. ഈ ബോക്സിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് സിറ്റീസും അവിടെയുള്ള മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അതിനുശേഷം ആ പ്രദേശത്തെ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ദൈനിക താപാന്തരവും തന്നിരിക്കുന്നു. ഇതിൽ എവിടെയൊക്കെയാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദൈനിക താപാന്തരം കൂടുതലായി അനുഭവപ്പെടുന്നത്? അതായത് ബംഗളൂരുവും ഡൽഹി എന്നീ സിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉള്ളത്. എന്നാൽ തിരുവനന്തപുരം, ഗോവ എന്നീ സിറ്റികളിൽ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അഥവാ ദൈനിക താപാന്തരം കുറവാണ്. എന്താണ് അതിനുള്ള പ്രധാന കാരണം? ഗോവയും ഡൽഹിയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ്? അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനെയും ബാംഗ്ലൂരിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഘടകം എന്താണ്? ഈ 2 സിറ്റീസും സ്ഥിതി ചെയ്യുന്നത് ഓഷ്യന് തൊട്ടടുത്താണ്. ഓഷ്യൻസിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന 2 സിറ്റീസാണ് തിരുവനന്തപുരവും ഗോവയും. അതായത് നമ്മുടെ സമീപത്തായി അറേബ്യൻ സീ ഉണ്ട്, അറബിക്കടലുണ്ട്. അപ്പോൾ സീ അല്ലെങ്കിൽ ഓഷ്യൻസ് എങ്ങനെയാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നത് നോക്കാം. നിങ്ങൾക്കറിയാം, പകൽ സമയം കര വേഗം ചൂടാകും, രാത്രികാലങ്ങളിൽ കര വേഗം തണുക്കുകയും ചെയ്യും. പകൽ സമയം കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശും. രാത്രി കര തണുക്കുമ്പോൾ കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നു. ഇതാണ് നമ്മുടെ ഈ ഓഷ്യൻസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ സദാ മിതമായ ഒരു താപനില നിലനിൽക്കാൻ കാരണം. ടെമ്പറേച്ചർ റിമൈൻസ് മോഡറേറ്റ് അറ്റ് പ്ലേസസ് ക്ലോസ് ടു ദ സീ. അതായത് കടലിനടുത്തുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സമുദ്രത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ സദാ ഒരു മിതമായ താപനിലയാണ് നിലനിൽക്കുന്നത്. ഹീറ്റിംഗ് ഓഫ് ലാൻഡ് കോസസ് വിൻഡ് ബ്ലോ ഫ്രം സീ ടു ലാൻഡ്. അതായത് കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. കൂളിംഗ് ഓഫ് ലാൻഡ് കോസസ് വിൻഡ് ടു ബ്ലോ ഫ്രം ലാൻഡ് ടു സീ. കര തണുക്കുമ്പോൾ കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നു. അതുകൊണ്ട് തന്നെ ഈ സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ സദാ ഒരു മിതമായ താപനിലയായിരിക്കും. അതായത് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരിക്കും. അതായത് വളരെ കൂടിയ താപനിലയും അനുഭവപ്പെടുകയില്ല, വളരെ കുറഞ്ഞ താപനിലയും ഈ മേഖലകളിൽ അനുഭവപ്പെടില്ല. അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ അഥവാ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് വിൻഡ് അഥവാ കാറ്റുകൾ. നമ്മുടെ ഈ ഭൂമിയിൽ വാം വിൻഡുമുണ്ട്, കോൾഡ് വിൻഡുമുണ്ട്, ഉഷ്ണക്കാറ്റുകളുമുണ്ട്, ശീതക്കാറ്റുകളുമുണ്ട്. ഈ വാം വിൻഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ താപനില എങ്ങനെയുള്ളതായിരിക്കും? ഉഷ്ണക്കാറ്റുകളല്ലേ, അതായത് ചൂട് കാറ്റുകൾ. ഇവ കടന്നു പോകുന്ന പ്രദേശത്തെ ടെമ്പറേച്ചർ എങ്ങനെയുള്ളതായിരിക്കാം? വളരെ കൂടുതലായിരിക്കാം. പിന്നെയുള്ളത് കോൾഡ് വിൻഡ്, ശീതക്കാറ്റുകൾ, വളരെ തണുത്ത കാറ്റുകളാണ്. ഇവ കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ താപനിലയും വളരെ കുറവായിരിക്കാം. ദ വാം ആൻഡ് ദ കോൾഡ് വിൻഡ് ക്യാൻ റെസ്പെക്റ്റീവ്ലി റൈസ് ആൻഡ് ലോവർ ദ ടെമ്പറേച്ചർ ഓഫ് ദ പ്ലേസസ് ത്രൂ വിച്ച് ദേ പാസ്. അതായത് ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും അവർ കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ താപനിലയെ
ഉയർത്തുകയും ചെയ്യുന്നു, താഴ്ത്തുകയും ചെയ്യുന്നു. ഉഷ്ണക്കാറ്റുകൾ അല്ലെങ്കിൽ വാം വിൻഡ് ആണെങ്കിൽ താപനില എന്ത് ചെയ്യാം? ഉയർത്തപ്പെടാം. കോൾഡ് വിൻഡ് ആണെങ്കിൽ താപനില എന്ത് ചെയ്യാം? താഴ്ത്തപ്പെടാം. നമ്മളിപ്പോൾ പറഞ്ഞത് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിനെ, അതായത് അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളെയാണ്. ആദ്യം പറഞ്ഞു ലാറ്റിറ്റ്യൂഡ്, രണ്ടാമത് പറഞ്ഞു ആൾട്ടിറ്റ്യൂഡ് ഉയരം, മൂന്നാമത് പറഞ്ഞു നിയർനെസ് ഓഫ് ഓഷ്യൻ സമുദ്ര സാമീപ്യം, ലാസ്റ്റ് പറഞ്ഞത് വിൻഡ് കാറ്റുകൾ. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ്, അതായത് അന്തരീക്ഷത്തിലെ ജലത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്തെന്ന്. എന്താണ് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയുന്നത്? വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവിന് പറയുന്ന പേരാണ് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലെ ജലാംശത്തെ ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയാം. ഈ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിന്റെ യഥാർത്ഥ അളവിനെ നമുക്ക് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ കേവല ആർദ്രത എന്ന് പറയാം. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കാൾഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിന്റെ യഥാർത്ഥ അളവിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ കേവല ആർദ്രത. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ മുഴുവൻ നീരാവി പൂരിതമാവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സാച്ചുറേഷൻ ലെവൽ അഥവാ പൂരിതാവസ്ഥ. ദ സ്റ്റേജ് അറ്റ് വിച്ച് atmosphere is fully saturated with water is termed as saturation level. അതായത് നമ്മുടെ ഈ അന്തരീക്ഷം മുഴുവൻ നീരാവി പൂരിതമാവുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ അഥവാ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയാം. എങ്കിൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ സാച്ചുറേഷൻ ലെവലിലായി, അതായത് നീരാവി പൂരിതമായി. അതിനുശേഷം എന്ത് ചെയ്യും? ഇങ്ങനെ സാച്ചുറേഷൻ ലെവൽ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ടൻസേഷൻ ആരംഭിക്കും, അതായത് ഖനീകരണം ആരംഭിക്കും. ഇങ്ങനെ ഈ ഖനീകരണം അഥവാ കണ്ടൻസേഷൻ ആരംഭിക്കുന്ന നിർണായകമായ ഊഷ്മാവിന് പറയുന്ന പേരാണ് ഡ്യൂ പോയിന്റ് അഥവാ തുഷാരാങ്കം. ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ കണ്ടൻസേഷൻ ബിഗിൻസ് ആർ കാൾഡ് ഡ്യൂ പോയിന്റ്. ഖനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ പറയുന്ന പേരാണ് തുഷാരാങ്കം അഥവാ ഡ്യൂ പോയിന്റ്. നമുക്ക് അടുത്ത് നോക്കേണ്ടത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത. നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിന് പറയുന്ന പേരാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത. The ratio between the amount of water vapor present in the atmosphere and the total water holding capacity of the atmosphere in given temperature is called relative humidity. ഒരു നിശ്ചിത ഊഷ്മാവിൽ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് ഇപ്പോൾ നിലവിലുള്ളത്, അതായത് ആകെ ഒരുപാട് നീരാവിക്കൊള്ളും, അതിൽ എത്ര ഭാഗമാണ് ഇപ്പോൾ നിലവിലുള്ളത്, അതിനെന്ത് ചെയ്യും? നമ്മൾ ശതമാനത്തിൽ, അതായത് പെർസെൻറ്റേജിൽ കണക്കാക്കും. ഇതിൻ്റെ ഈ റേഷ്യോ, ഈ ആനുപാതിക അളവിന് പറയുന്ന പേരാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത. ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എങ്ങനെ കണക്കാക്കുന്നു നോക്കാം. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ total water holding capacity of the atmosphere in a given temperature into 100. കേവല ആർദ്രത ഡിവൈഡഡ് ബൈ ആകെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നീരാവിയുടെ അളവ് ഗുണം 100. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ, അതായത് ഒരു ക്യൂബിക് മീറ്റർ അറ്റ്മോസ്ഫിയറിൽ ഏകദേശം 100 ഗ്രാം വാട്ടർ വേപ്പർ കൊള്ളുമെന്ന് വിചാരിക്കുക. എന്നാൽ ആകെ ഇപ്പോൾ ഇവിടെ ഉള്ളത് 50 ഗ്രാമാണ്. എങ്കിൽ ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയായിരിക്കും? അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ
അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ കേവല ആർദ്രത ഡിവൈഡഡ് ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് 50. അതാണ് ഇവിടുത്തെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവ്, അത് 100. 50 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു പെർസെൻറ്റേജിലല്ല നമ്മൾ കണക്കാക്കുന്നത്, അതുകൊണ്ട് ഇൻറ്റു 100. 100 പോവും. പിന്നെ നമുക്ക് കിട്ടുന്നത് 50% ആയിരിക്കും. അതായത് ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത 50% ആയിരിക്കും. നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണ രൂപങ്ങളാണ്. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ, അതായത് നമ്മുടെ ഈ അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ, അതായത് സാച്ചുറേഷൻ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷമാണ് കണ്ടൻസേഷൻ ബിഗിൻ ചെയ്യുന്നത്, അതായത് ഘനീകരണം ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ മുഴുവൻ സാച്ചുറേഷൻ ലെവലിലെത്തിയ ശേഷം വീണ്ടും വാട്ടർ വേപ്പർ, അതായത് നീരാവി അവിടെ എത്തുകയോ അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ സ്വാഭാവികമായി കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ കണ്ടൻസേഷൻ ബിഗിൻ ചെയ്യും. അതായത് നമ്മുടെ ഈ കണ്ടൻസേഷൻ ആരംഭിക്കണമെങ്കിൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ മുഴുവൻ സാച്ചുറേഷൻ ലെവലിൽ എത്തണം, അതായത് നീരാവി പൂരിതമാവണം. അതിനുശേഷം വീണ്ടും വാട്ടർ വേപ്പർ അവിടെ എത്തുകയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുകയോ ചെയ്ത ശേഷം മാത്രമേ കണ്ടൻസേഷൻ ആരംഭിക്കാറുള്ളൂ. നമുക്ക് അടുത്ത് നോക്കാം കണ്ടൻസേഷന്റെ വിവിധ ഫോംസ്, വിവിധ രൂപങ്ങൾ. ആദ്യം പഠിക്കേണ്ടത് ഡ്യൂ, തുഷാരം. അടുത്തതായി ഫ്രോസ്റ്റ്, ഹിമം. അതിനുശേഷം മിസ്റ്റ് ഓർ ഫോഗ്, മൂടൽമഞ്ഞ്. ലാസ്റ്റ് നമുക്ക് പഠിക്കാം ക്ലൗഡ്സ്, മേഘങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഡ്യൂ അഥവാ തുഷാരം ആണ്. ഫോംസ് ഓഫ് കണ്ടൻസേഷനിലെ ആദ്യത്തെ രൂപമാണ് തുഷാരം അഥവാ ഡ്യൂ. നിങ്ങൾ ഈ രാവിലെ, അതായത് നല്ല പ്രഭാതത്തിൽ എഴുന്നേറ്റ് വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി നോക്കാറുണ്ടല്ലോ. ആ സമയത്ത് വീടിൻ്റെ മുന്നിൽ കാണുന്ന ചെറിയ ചെറിയ പുൽച്ചെടികളിൽ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ വെള്ളത്തുള്ളികൾക്ക് പറയുന്ന പേരാണ് ഡ്യൂ അഥവാ തുഷാരം. എന്തുകൊണ്ടായിരിക്കാം ഈ ഡ്യൂ അല്ലെങ്കിൽ തുഷാരങ്ങൾ രൂപം കൊള്ളുന്നത്? ദ സർഫസ് ഓഫ് ദ എർത്ത് ഗെറ്റ് കൂൾ ഡ്യൂറിങ് ദ നൈറ്റ്. രാത്രി കാലങ്ങളിൽ ഭൂമിയുടെ സർഫസ്, അതായത് എർത്തിന്റെ സർഫസ് എന്ത് ചെയ്യുന്നു? തണുക്കുന്നു. കൂൾസ് ദ നിയർ ഓഫ് അറ്റ്മോസ്ഫിയർ, അതിനോട് ചേർന്നുള്ള അറ്റ്മോസ്ഫിയർ അതായത് അന്തരീക്ഷവും തണുക്കും. അപ്പോൾ രാത്രി കാലങ്ങളിൽ എർത്തിന്റെ സർഫസ് അതായത് ഭൂമിയുടെ ഉപരിതലം തണുക്കുന്നതിനെ തുടർന്ന് അതിനോട് ചേർന്ന് കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയർ അതായത് അന്തരീക്ഷവും തണുക്കുന്നു. ദിസ് കോസസ് ദ വാട്ടർ വേപ്പർ കണ്ടൻസ്. ദ കണ്ടൻസ് ഡ്രോപ്ലെറ്റ് ക്ലിങ് ഓൺ ടു ദ കോൾഡ് സർഫസ് ഓഫ് ദ എർത്ത്. ഇതിനെ തുടർന്ന് അതായത് വാട്ടർ വേപ്പർ അതായത് നീരാവി ഘനീഭവിക്കുകയും വെള്ളത്തുള്ളികളായി തണുത്ത പ്രതലത്തിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഡ്യൂ അഥവാ തുഷാരം എന്ന് പറയുന്നത്. അപ്പോൾ രാത്രികാലങ്ങളിൽ നമ്മുടെ ഈ എർത്തിന്റെ സർഫസ് അതായത് ഭൂമിയുടെ ഉപരിതലം തണുക്കുന്നു. അതിനെ തുടർന്ന് അതിനോട് ചേർന്ന് കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയർ അതായത് അന്തരീക്ഷ ഭാഗവും തണുക്കും. ഇതിനെ തുടർന്ന് ഈ കാണുന്ന വാട്ടർ വേപ്പർ കണ്ടൻസായി അതായത് ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി തണുത്ത പ്രതലത്തിൽ എർത്തിലെ കോൾഡ് സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിന് പറയുന്ന പേരാണ് ഡ്യൂ അഥവാ തുഷാരം. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ രാത്രിയുടെ താപനില 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറയുന്ന പ്രദേശങ്ങളുമുണ്ട്. അതായത് 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്നു വരുന്ന പ്രദേശങ്ങളുമുണ്ട്. 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്നു കഴിഞ്ഞാൽ ഈ ജലത്തുള്ളികൾക്ക് എന്ത് സംഭവിക്കാം? അവയെല്ലാം ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആയി മാറാം, ചെറിയ ഹിമ കണങ്ങളായി മാറാം, അതായത് ചെറിയ ചെറിയ മഞ്ഞു തുള്ളികളായി മാറാം. ഇങ്ങനെ അതായത് ചില പ്രദേശങ്ങളിൽ
ഡ്യൂ രൂപം കൊള്ളുന്നതിന് പകരം, അതായത് 0°C താഴ്ന്ന പ്രദേശങ്ങളിൽ ഡ്യൂ രൂപം കൊള്ളുന്നതിന് പകരം കാണപ്പെടുന്നത് ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആയിരിക്കും, നേർത്ത ഹിമ കണങ്ങളായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് ഫ്രോസ്റ്റ് അഥവാ ഹിമം. നമുക്ക് അടുത്ത് നോക്കാം, ഫോഗ് ഓർ മിസ്റ്റ്, മൂടൽമഞ്ഞ്. നിങ്ങളെല്ലാവരും മൂടൽമഞ്ഞ് കണ്ടിരിക്കും. നല്ല ഈ വിൻ്റർ സീസണിലേക്ക് അതിരാവിലെ നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ മഞ്ഞാൽ മൂടപ്പെട്ട പ്രദേശങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. അല്ലെങ്കിൽ വളരെ ഉയരം കൂടിയ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. പകൽ സമയം അവിടുള്ള ഈ മൂടൽമഞ്ഞ് കാരണം പുറത്തിറങ്ങി അവർക്ക് നടക്കാൻ പോലും സാധിക്കില്ല. അതായത് എതിരെ വരുന്നവരെ പോലും കാണാൻ സാധിക്കില്ല. ആ അവസ്ഥയിലാണ് അവിടെയുള്ള മൂടൽമഞ്ഞുകൾ. എങ്ങനെയാണ് ഇത് രൂപം കൊള്ളുന്നത്? ഈ മൂടൽമഞ്ഞുകളെ തന്നെ ഭൂമിയോട് അടുത്ത് കാണപ്പെടുന്ന മേഘങ്ങൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അതായത് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന ക്ലൗഡ്സ് ആണ്, അതായത് മേഘങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് ഇത്തരം മൂടൽമഞ്ഞുകളെയാണ്. ഇവ രൂപം കൊള്ളുന്നത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലെ താഴ്ന്ന വിതാനങ്ങളിലെ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ടൻസേഷൻ, അതായത് ഘനീകരണം നടക്കുമ്പോഴാണ്. നമ്മുടെ ഈ അന്തരീക്ഷത്തിലെ താഴ്ന്ന വിതാനങ്ങളിലെ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞ് രൂപം കൊള്ളുന്നത്. ദിസ് മേ ഒബ്സ്ട്രക്റ്റ് വിസിബിലിറ്റി. ഇത് നമ്മുടെ കാഴ്ചയെ തടസ്സപ്പെടുത്താറുണ്ട്. അതായത് നമ്മൾ ദൂരക്കാഴ്ച ഇത് തടസ്സപ്പെടുത്താറുണ്ട്. ഈ ദൂരക്കാഴ്ച എന്ന് പറയുന്നത് 1 കിലോമീറ്ററിലും കുറവായാൽ നമുക്കിതിനെ ഫോഗ് അഥവാ കനത്ത മൂടൽമഞ്ഞ് എന്ന് പറയാം. അതായത് 1 കിലോമീറ്റർ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചില്ല എങ്കിൽ നമുക്കതിനെ ഫോഗ് എന്ന് വിളിക്കാം. 1 കിലോമീറ്ററിലും അധികമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചാൽ അതിനെ മിസ്റ്റ് അഥവാ നേർത്ത മൂടൽമഞ്ഞ് എന്ന് വിളിക്കാം. ദ റേഞ്ച് ഓഫ് വിസിബിലിറ്റി ലെസ് ദാൻ 1 കിലോമീറ്റർ ഇറ്റ് ഈസ് ഫോഗ്. അതായത് ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലും കുറവായാൽ നമുക്കതിനെ ഫോഗ്, കനത്ത മൂടൽമഞ്ഞ് എന്ന് വിളിക്കാം. The range of visibility more than 1 kilometer is mist. നമ്മുടെ ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലും കൂടുതലായാൽ നമുക്കതിനെ മിസ്റ്റ് അഥവാ നേർത്ത മൂടൽമഞ്ഞ് എന്ന് വിളിക്കാം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച്, അതായത് വളരെ കനം കുറഞ്ഞ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് കണ്ടൻസേഷൻ, അതായത് ഘനീകരണം നടക്കുമ്പോഴാണ് ക്ലൗഡ്സ് ആർ ഫോംഡ്, അതായത് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അതായത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലെ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് കണ്ടൻസേഷൻ, അതായത് ഘനീകരണം നടക്കുമ്പോഴാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. വളരെ നേർത്ത പൊടിപടലങ്ങളല്ലേ, അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഭാരം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവ ഭൂമിയിൽ ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യും. ഇങ്ങനെ രൂപം കൊള്ളുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അതായത് ജലത്തുള്ളികളുടെ കനം 0.001 സെന്റിമീറ്റർ ഇൻ ഡയമെൻഷൻ, അതായത് 0.001 സെന്റിമീറ്ററിനേക്കാൾ കുറവായിരിക്കും ഇങ്ങനെ രൂപം കൊള്ളുന്ന ജലത്തുള്ളികളുടെ കനം. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലെ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് വളരെ കനം കുറഞ്ഞ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് കണ്ടൻസേഷൻ നടക്കുമ്പോഴാണ്, ഘനീകരണം നടക്കുമ്പോഴാണ് ക്ലൗഡ്സ്, മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ രൂപം കൊള്ളുന്ന ജലത്തുള്ളികളുടെ വലിപ്പം 0.001 സെന്റിമീറ്ററിനും താഴെയാണ്. അതുകൊണ്ടാണ് ഇവ താഴെ പതിക്കാതെ മുകളിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. കാരണം ഇവയ്ക്ക് കനം വളരെ കുറവാണ്. രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്ലൗഡ്സിനെ നമുക്ക് പ്രധാനമായും 4ആയി തിരിക്കാം. ഒന്നാമതായി സിറസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ സിറസ് മേഘങ്ങൾ. 2 സ്ട്രാറ്റസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റസ് മേഘങ്ങൾ. 3 ക്യുമുലസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ ക്യുമുലസ് മേഘങ്ങൾ. 4 നിംബസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ നിംബസ് മേഘങ്ങൾ. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സിറസ് ക്ലൗഡ്സ് ആണ്.
These are feather-like clouds in the upper atmosphere in clear weather condition. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിലായി നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും വളരെ ഉയരത്തിൽ ഫെദർ ലൈക്ക് നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ക്ലൗഡ്സ് ആണ്, മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് നോക്കേണ്ടത് സ്ട്രാറ്റസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് മേഘങ്ങൾ. ദീസ് അപ്പിയർ തിക്ക് ലെയർ ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്കൈ. നമ്മുടെ ആകാശത്തിലെ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. താഴ്ന്ന ഭാഗങ്ങളിൽ ലെയറുകളായി കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ക്യുമുലസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ ക്യുമുലസ് മേഘങ്ങൾ. ദീസ് ക്ലൗഡ്സ് റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ് ആൻഡ് ആർ ഫോം ഡ്യൂ ടു സ്ട്രോങ് കൺവെക്ഷൻ കറണ്ട്. അതായത് ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഇവ വലിയ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. ഇവ ഭൂമിയിൽ നിന്നും ലംബ തലത്തിൽ ഒരുപാട് ദൂരം വ്യാപിച്ചിരിക്കുന്നതായി കാണപ്പെടും. ദേ ഹാവ് എ ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഉയർന്ന കൺവെൻഷന്റെ ഫലമായി, അതായത് സംവഹനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മേഘങ്ങളാണിവ. ഇവ ലംബ തലത്തിൽ ഒരുപാട് ദൂരം വ്യാപിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അടുത്ത് നമുക്ക് നോക്കേണ്ടത് നിംബസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ നിംബസ് മേഘങ്ങൾ. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ താഴ്ന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന കറുത്ത മഴമേഘങ്ങളാണ്, അതായത് ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. These clouds appear dark as it does not allow sunlight through due to thick concentration of water droplets. ഈ മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാറില്ല. അതിനുള്ള പ്രധാന കാരണം ചോദിച്ചാൽ ഇത് നീരാവി പൂരിതമായിരിക്കുന്നു. അതായത് നീരാവി സാന്ദ്രമായതിനാൽ ഇവ എന്ത് ചെയ്യാറില്ല, സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടും. ജലകണികകളാൽ സാന്ദ്രമായതിനാൽ ഇവ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടും. അപ്പോൾ നമ്മൾ 4 ക്ലൗഡ്സിനെ കുറിച്ചും പറഞ്ഞു. ആദ്യം പറഞ്ഞത് സിറസ്. എത്ര ഏറ്റവും ഉയരത്തിലായി, അതായത് വളരെ ഉയരത്തിലായി ചെറിയ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ദ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ആണ് സിറസ് ക്ലൗഡ്സ്. എന്നാൽ ഭൂമിയുടെ താഴ്ന്ന വിതാനങ്ങളിൽ ലെയറുകളായി കാണപ്പെടുന്ന തിക്ക് ലെയറായി കാണപ്പെടുന്നത്, കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ഉയർന്ന കൺവെക്ഷന്റെ ഫലമായി രൂപം കൊള്ളുന്ന ക്ലൗഡ്സ് ആണ് ക്യുമുലസ് ക്ലൗഡ്സ്. ഇവ വലിയ കോട്ടൺ ബണ്ടിലുകൾ പോലെ കാണപ്പെടുന്നു, അതായത് പഞ്ഞിക്കെട്ടുകൾ പോലെ അല്ലെങ്കിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. ഇരുണ്ട മഴ മേഘങ്ങളാണ് നിംബസ് ക്ലൗഡ്സ്. ഇവ ജലകണികകളാൽ സാന്ദ്രമായതിനാൽ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടും. നമുക്കിനി ഹൈറ്റിന്റെ അല്ലെങ്കിൽ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലും മേഘങ്ങളെ 4ആയി തിരിക്കാം. ഒന്നാമതായി ഹൈ ക്ലൗഡ്സ്, വളരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങൾ. ഏകദേശം 20,000 മുതൽ 40,000 വരെ ഫീറ്റ് മുകളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് മീഡിയം ക്ലൗഡ്സ്, മധ്യമേഘങ്ങൾ. 7,000 മുതൽ 20,000 വരെ ഫീറ്റ് ഉയരത്തിലാണ് ഇവ കാണപ്പെടുന്നത്. അടുത്തത് ലോ ക്ലൗഡ്സ്, താഴ്ന്ന മേഘങ്ങൾ. 7,000 ഫീറ്റിന് താഴെയാണ് ഇവ കാണപ്പെടുന്നത്. ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്, അതായത് വളരെ ഉയരത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങൾ. 2,000-നും 30,000 ഫീറ്റിനും ഇടയിലാണ് ഇവ കാണപ്പെടുന്നത്. The continuous condensation causes the droplets in the clouds to grow in size. അങ്ങനെ തുടർച്ചയായി നടക്കുന്ന ഈ ഘനീകരണം കാരണം ജലകണികകളുടെ വലിപ്പം കൂടുന്നതിനാൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ, അതായത് ഭൂഗുരുത്വാകർഷണത്തെ ബലത്തെ പ്രതിരോധിച്ച് ഈ ജലകണികൾക്ക് അവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. അവ വിവിധ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കുന്നു.
ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ അഥവാ വർഷണം. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ ജലകണികകളുടെ വലിപ്പം വർദ്ധിക്കുമ്പോൾ ഇതിന് ഭൂഗുരുത്വാകർഷണ ബലത്തെ പ്രതിരോധിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കാൻ സാധിക്കാതെ വരും. ഇവ വിവിധ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ അഥവാ വർഷം. ദ കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ. സാധാരണയായി വർഷണം സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണ്. ഇവയെ നമ്മൾ പറയുന്ന പേരാണ് മഴ അല്ലെങ്കിൽ റെയിൻഫാൾ. ദ ടെമ്പറേച്ചർ ഫാൾസ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്. ദിസ് ഈസ് സ്നോഫാൾ. എന്നാൽ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വർഷണം സംഭവിക്കുന്നത് ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആയിരിക്കും, നേർത്ത ഹിമ കണങ്ങളായിരിക്കും. ഇവയെ പറയുന്ന പേരാണ് മഞ്ഞ് വീഴ്ച. ദ ടെമ്പറേച്ചർ ഫാൾസ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്. പ്രസിപ്പിറ്റേഷൻ റീച്ചസ് എർത്ത് ഇൻ ദ ഫോം ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ്. ദിസ് ഈസ് സ്നോഫാൾ. ചിലപ്പോൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിച്ചു വരുന്ന ഈ ജലത്തുള്ളികൾ അന്തരീക്ഷത്തിലെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാൻ ഇടയായാൽ അവ ഭൂമിയിൽ പതിക്കുന്നത് ചെറിയ ചെറിയ മഞ്ഞു കട്ടകളായിരിക്കും. ഇവയ്ക്ക് പറയുന്ന പേരാണ് ആലിപ്പഴം അഥവാ ഹെയിൽ സ്റ്റോൺ. ഇഫ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിലീസ്ഡ് ഫ്രം ദ ക്ലൗഡ്സ് happen to pass colder layer of the atmosphere, they may reach in the form of ice pellet. This is called hailstone അഥവാ ആലിപ്പഴം. അപ്പോൾ ക്ലൗഡ്സിൽ നിന്നും റിലീസായി വരുന്ന ജലത്തുള്ളികൾക്ക് ചിലപ്പോൾ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിലെ തന്നെ തണുത്ത ലെയറുകളിലൂടെ കോൾഡ് ലെയറുകളിലൂടെ കടന്നു വരാനിടയായാൽ ഈ ജലത്തുള്ളികൾ ചെറിയ ചെറിയ ഐസ് പെല്ലറ്റുകളായി മാറാറുണ്ട്, മഞ്ഞു കട്ടകളായി മാറാറുണ്ട്. ആ രീതിയിലായിരിക്കും അവ ഭൂമിയിലേക്ക് പതിക്കുന്നത്. ഈ പ്രസിപ്പിറ്റേഷൻ ഫോംസിന് പറയുന്ന പേരാണ് ഹെയിൽ സ്റ്റോൺ അല്ലെങ്കിൽ ആലിപ്പഴം. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് വിവിധ തരം മഴകളെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫാൾ. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫാൾ എന്ന് പറയാം. പർവ്വതവൃഷ്ടി, ശൈലവൃഷ്ടി എന്നിങ്ങനെയൊക്കെ പറയാം. എന്താണ് ഈ പർവ്വതവൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി എന്ന് പറയുന്നത്? ദ മോയ്സ്ചർ ലാഡൻ വിൻഡ് ഫ്രം ദ സീ enters the land and moves upwards along the mountain slopes where it gets cooled and condenses to form clouds. When the windward sides of the mountain receive heavy rainfall, the leeward sides do not receive rainfall due to the descending dry air. This types of rainfall is known as orographic rainfall or relief rainfall. കടലിൽ നിന്നും നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വത ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്നറിയപ്പെടുന്നു. The places situated at the leeward sides of the mountain that do not receive any rainfall are referred to a rain shadow region. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്തത് കൺവെൻഷണൽ റെയിൻ അഥവാ സംവഹന വൃഷ്ടി. ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ എയർ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് അപ്പ്. ഉയർന്ന താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ക്യുമുലസ് ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് റൈസിംഗ് വാം എയർ. Rainfall occurs with thunder and lightning. This rain mostly occurs in the afternoon.
does not last long. This type of rainfall is called conventional rainfall. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഖനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങൾ രൂപപ്പെടുന്നു. തുടർന്ന് ഇടിമിന്നലോടുകൂടി മഴയുണ്ടാകുന്നു. സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കാറില്ല. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന മഴ അഥവാ കൺവെൻഷണൽ റെയിൻ എന്ന് വിളിക്കുന്നു. There is always difference in the atmospheric temperature over land and sea. If the air over the sea comes in the contact with the air over the land in the coastal regions, the warm air will be pushed upward, causing clouds formation and rainfall. This type of rainfall is called border rain. കരയ്ക്കും കടലിനും ഇടയിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴയെ തീരദേശ മഴ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ പഠനാനുഭവത്തെ സഹായിച്ച ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കാൻ മറക്കരുത്. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ നിങ്ങൾ സന്ദർശിക്കുമല്ലോ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തുകയും വേണം. കൂടുതൽ നല്ല വീഡിയോകളും ക്ലാസ്സുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ഹെറാൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്.